ഇന്ന് രാവിലെ തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടിയത് നല്ല കൊച്ചു കൊഞ്ച് നൊത്തോലിയാണ്. അപ്പോൾ ഇന്ന് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു കൊഞ്ച് തീയൽ വെക്കാന്നാണ് കേട്ടോ പ്ലാൻ. ഇതിന്ന് കൊഞ്ച് നൊത്തോലി വേർതിരിച്ചെടുക്കണം. കൊഞ്ചിനെ തീയൽ വെക്കാനും നൊത്തോലി ഫ്രിഡ്ജിലും കയറ്റണം. അങ്ങനെ എല്ലാ മീനും 2 ചട്ടിയിലായിട്ട് അങ്ങ് മാറ്റിയെടുത്തു. ഇത്രയും മീനൊക്കെ വാരി തരുമ്പോൾ എനിക്ക് സന്തോഷമാണെങ്കിലും ഇനി ഇത് അറുത്തെടുക്കാനാണ് കേട്ടോ കഷ്ടപ്പാട്. പ്രത്യേകിച്ച് കൊഞ്ചായോണ്ട് നുള്ളിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഫോണിലൊരു സിനിമയും കണ്ടുകൊണ്ടാണ് കേട്ടോ ഇന്ന് കൊഞ്ച് നുള്ളൽ. എല്ലാം വൃത്തിയാക്കി എടുത്തപ്പോഴാണോ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ കൊഞ്ചിന്റെ നടുക്ക് ദേണ്ട ഇതുപോലൊരു സാധനം കാണും. ആദ്യമൊന്നും ഞാൻ ഇത് എടുക്കാറില്ലായിരുന്നേ. പിന്നെ വീഡിയോയിലൊക്കെ ഓരോരുത്തർ ഇത് എടുത്തില്ലെങ്കിൽ വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമെന്ന് കേട്ടതിന് ശേഷം ഞാൻ ഇപ്പം നുള്ളി പറക്കി എടുക്കാറുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂറത്തെ പണിക്ക് ശേഷം നമ്മുടെ കൊഞ്ചൊക്കെ വൃത്തിയാക്കി എടുത്തു. കൊഞ്ച് തീയൽ വെക്കാൻ ആയതുകൊണ്ട് ഞാൻ കൊഞ്ചിന്റെ 2-3 വലിയ തലയും കൂടെ അതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി തീയലിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കൊച്ചുള്ളി വെച്ചുണ്ടാക്കുമ്പോൾ തീയലിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതൊക്കെ അരിയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും സംഭവം എനിക്ക് കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ കൊഞ്ച് തീയൽ. അത്യാവശ്യം സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഈ കൊഞ്ച് തീയൽ ഉണ്ടാക്കല്. അതുകൊണ്ട് ഞാൻ ഒരു അടുപ്പിൽ നമ്മുടെ ഉള്ളി വഴറ്റാൻ വേണ്ടി ചട്ടിയും മറ്റേ അടുപ്പിൽ തേങ്ങയും ഈ മൂപ്പിക്കാൻ വെച്ച തേങ്ങയുടെ കൂടെ ഇച്ചിരി കുരുമുളക് ഇട്ട സംഭവം സൂപ്പറാണ്. ഇനി നമുക്ക് വാടി വന്ന ഉള്ളിയിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം പുളി ഒഴിച്ചു, പിന്നെ തക്കാളി ഇട്ടു, പിന്നെ മുരിങ്ങക്കയും ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചൂടെ ഇട്ട് കൊടുത്തേ. അതിനിടയ്ക്ക് ഞാൻ തേങ്ങ മൂപ്പിച്ച് അതിൽ അരപ്പൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇട്ട് കൊടുത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്താണ് കേട്ടോ അരച്ചത്. അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ സമയം എന്ന് പറയുന്നത് 2:30-3 മണി അടുപ്പിച്ചായിരുന്നു. പിന്നെ വിശപ്പിന്റെ വിളി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊഞ്ച് തീയൽ ഇല്ലാണ്ട് ഞാൻ സന്തോഷകരമായിട്ട് ഒരു ഊണങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളേ.